ഈ വീഡിയോ ഒരു വാഹന ബ്രാൻഡിനെയും താഴ്ത്തിക്കെട്ടുന്ന ഒന്നായി ഒരിക്കലും പരിഗണിക്കരുത്. 89 പാർട്സ് മാറിയിട്ടുണ്ട്. സേഫ്റ്റി റേറ്റിംഗ് മാത്രം വിശ്വസിച്ച് വാഹനം വാങ്ങിക്കണോ, വാഹനം ഓടിക്കണോ? ആ ഒരു സ്ട്രെച്ച് എന്ന് പറയുന്ന ഒരു ലോങ് സ്ട്രെച്ച് ആണ്. മുന്നത്തെ 2 ടയർ ബ്ലാസ്റ്റായി. എൻഗ്യാപ്പ് കിട്ടി എന്ന് പറഞ്ഞ് യു കാൻ ബി കെയർലെസ്. ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ റിജിഡിറ്റിയിലാണ് ഈ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത്. 6.5 ലക്ഷം രൂപയുടെ അടുത്ത് ടോട്ടൽ സ്പെൻഡായി. 5 സ്റ്റാർ കിട്ടാത്തത് സേഫ്റ്റി മെഷേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ആകാത്തത് കൊണ്ട് മാത്രമാണ്. നമസ്കാരം, കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഒരു വാഹന ബ്രാൻഡിനെയും താഴ്ത്തിക്കെട്ടുന്ന ഒന്നായി ഒരിക്കലും പരിഗണിക്കരുത്. റേറ്റിംഗിനെ വിശ്വസിച്ച് വാഹനം വാങ്ങി റോഡിലൂടെ ഇഷ്ടാനുസരണം ഓടിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും ഓവർ സ്പീഡ് എടുക്കുന്ന വളരെ റാഷ് ഡ്രൈവിംഗ് നടത്തുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഗ്ലോബൽ എൻക്യാപ്പ് ആണെങ്കിലും ഭാരത് എൻക്യാപ്പ് ആണെങ്കിലും ഇതിൽ 5 സ്റ്റാർ കിട്ടിയാലും, അതായത് അഡൽട്ട് സുരക്ഷയ്ക്കാണെങ്കിലും ചൈൽഡ് സുരക്ഷയ്ക്കാണെങ്കിലും 5 സ്റ്റാർ ഒക്കെ കിട്ടിയ വാഹനമാണെങ്കിൽ പോലും എത്രത്തോളം ഭീകരമായി അപകടങ്ങൾ ഉണ്ടാകാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണിത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ് എന്ന നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡിൻ്റെ 3 ഡോർ താറിൻ്റെ ഒരു വിഷ്വലാണ് ഞാൻ ആദ്യം കാണിച്ചത്. അതിൽ യാത്രക്കാർക്ക് എന്തു പറ്റി, ആ വാഹനം ഓടിച്ചാൾക്ക് എന്തു പറ്റി, ആ വാഹനത്തിൻ്റെ കണ്ടീഷൻ എന്താണ്, ശരിക്കും സംഭവിച്ചത് എന്താണ്, അത്തരം വിശേഷങ്ങളിലേക്ക് പോകാം. ശരിക്കും ദീർഘകാലമായി എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു അടുത്ത സുഹൃത്തും ഒക്കെ തന്നെയായിട്ടുള്ള കോശി ചാനലിലേക്ക് നമ്മൾക്ക് പോകാം. അദ്ദേഹം ഇപ്പോൾ മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ സംസ്കാര സ്കൂളിൻ്റെ ചീഫ് അഡ്വാൻസ്മെൻറ്റ് ഓഫീസറാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ഒരു റിയൽ ലൈഫിൽ ഒരു അപകടം തരണം ചെയ്ത ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ട്രോമ, ആ വാഹനം പിന്നീട് ഒരു റണ്ണിങ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ എടുത്ത സ്ട്രെയിൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് വീഡിയോയുടെ ഒരു ഭാഗമായി നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതിനുശേഷം ഗ്ലോബൽ എൻക്യാപ്പിൻ്റെ ഭാരത് എൻക്യാപ്പിനെയും വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. റിയൽ ലൈഫിൽ എന്താണ് സംഭവിച്ചത്, എവിടെ വെച്ചാണ് സംഭവിച്ചത്, ഒന്ന് വിശദീകരിക്കാമോ? പറയാമല്ലോ. ജൂൺ 6-ാം തീയതി ഞാനൊരു ഫംഗ്ഷന് പോയിട്ട് തിരുവല്ലയിൽ നിന്ന് 2024 ഈ വർഷം തന്നെ ജൂൺ 6-ാം തീയതി 2024 ഞാൻ തിരുവല്ലയിൽ നിന്ന് തിരികെ വരുന്ന സമയത്ത് രാത്രി ഒരു 10:30 ആയപ്പോൾ തലയോലപ്പറമ്പ് ക്രോസ് ചെയ്ത് മുന്നേക്ക് വരുന്ന സമയത്ത് ഒരു വേസൈഡ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തി. ഫുഡ് കഴിച്ചതിന് ശേഷം തിരിച്ച് ഞാൻ വണ്ടിയിലേക്ക് വന്ന് കയറി വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 കിലോമീറ്റർ സ്പീഡ്, 10 കിലോമീറ്റർ ഇല്ല, ഒരു 5 നമ്മൾ മുന്നോട്ട് എടുക്കുമ്പോൾ ഉള്ളൊരു സ്പീഡ്, വെറും പതുക്കെ നമ്മൾ മുന്നോട്ട് നീങ്ങുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് എനിക്കൊന്ന് ഭയങ്കര ഒരു സൗണ്ടും, പെട്ടെന്ന് ഞാൻ പുറകോട്ട് മലന്നു പോകുന്നതായിട്ട് എനിക്ക് ഒരു ഫീൽ ചെയ്തു. അത് ആദ്യം ഒരു 3-4 മിനിറ്റ് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ ഡോറ് തുറക്കാൻ നോക്കി, എൻ്റെ ഡോറ് ജാമായി, എവറിത്തിങ് ഈസ് ജാംഡ്, ഐ കാൻ ഡു എനിത്തിങ്. അപ്പം സ്റ്റിയറിംഗ് ഒന്നും ജാമായിട്ടില്ല. എനിക്കൊന്നും എൻ്റെ സീറ്റ് പുറകോട്ട് മലന്നുപോയി. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരുമാതിരി സ്ഥലകാലം അപ്പോഴത്തേക്ക് ആളുകൾ ഓടി വന്നു, എനിക്ക് ഇറങ്ങാൻ പറ്റാതെ. ഇപ്പോൾ ആ സൈഡിലെ ഡോറ് ഒരാൾ വന്നിട്ട് തുറന്നപ്പോൾ മതിലിനോട് ചേർത്ത് ഒതുക്കിയാണ് ഞാൻ വണ്ടി ഇട്ടിരിക്കുന്നത്. ഡോറ് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പുറയുന്ന ഒന്ന് വലിയൊരു ലോറി, അതായത് ഹെവി ലോറികളുണ്ട്, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ പാണ്ടി ലോറി, തമിഴ് പാണ്ടി ലോറി, അതവർ മോഡിഫൈഡ് ചെയ്തൊരു ലോറിയാണ്. കാര്യം ഈ നമ്മുടെ JCB ഒക്കെ കയറ്റിക്കൊണ്ട് പോകാൻ മോഡിഫൈ ചെയ്തൊരു ലോറി. 65 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു മനുഷ്യൻ ഓടിച്ചു വന്ന്, അദ്ദേഹം കംപ്ലീറ്റ് മദ്യലഹരിയിലായി അദ്ദേഹം നിൽക്കാൻ പോലെ അവസ്ഥയിൽ വന്ന് പെട്ടെന്ന് വളവിൻ്റെ തിരിച്ചിട്ട് എന്നെ സേവ് ചെയ്യാൻ അദ്ദേഹം നോക്കിയിട്ടുണ്ടോ, വന്ന് ഇടിക്കുന്ന എൻ്റെ ഈ വാഹനത്തിൻ്റെ ഈ ബാക്ക് സൈഡിൽ അദ്ദേഹം വന്നിടിച്ചു. ഇടിച്ചതിന് ശേഷം
ഫുൾ ഇടിച്ചു. എനിക്ക് അത്ര മാത്രമേ, പക്ഷേ എനിക്ക് ഭാഗ്യത്തിൽ ഒരു പരിക്കും എൻ്റെ ശരീരത്തിലുണ്ടായില്ല. പക്ഷേ വാഹനം കംപ്ലീറ്റ് ആയിട്ട് എന്തോ എൻ്റെ ഹുഡ് പൊട്ടി, പല സാധനങ്ങളും, എൻ്റെ എല്ലാ ഗ്ലാസ്സൊന്നും ഒരു ഗ്ലാസും അവശേഷിച്ചിരുന്നില്ല. ഷെല്ല് മേൽവശം പൊട്ടി, അങ്ങനെ പല മൾട്ടിപ്പിൾ ഇഞ്ചറീസ് ഉണ്ടായിരുന്നു. ബാക്ക് സൈഡിലെ പിന്നെന്താ അലോയ് വീലും ടയറും എല്ലാം പൊട്ടി ചെറിയ ഡാമേജ്ഡ് ആവുന്ന ഒരു അവസ്ഥയിൽ ഫോട്ടോസ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇടിയുടെ വെറും തട്ടിയപ്പോൾ തന്നെ ഈ വാഹനത്തിന് പറ്റിയ കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും ആ വാഹനം നല്ല സ്പീഡിലായിരുന്നു. മേ ബി ആ ഒരു വാഹനത്തിൻ്റെ സ്പീഡ് വിതിൻ നോ ടൈം മോർ ദാൻ 60 കിലോമീറ്റർ മേളിലുണ്ടാവാം. അല്ല 60 അല്ലെങ്കിൽ 60 അല്ല 80യുടെ ഇടയ്ക്കാണ്. കാര്യം ഒരു നല്ലൊരു സ്ട്രെച്ച് ഒരു ഡിസ്റ്റൻസില്ലാതെ ഓടി വരുന്ന വണ്ടിയാണ്. അപ്പോൾ വന്ന് ഇടിച്ചതാണ്. ആ ഒരു സ്ട്രെച്ച് എന്ന് പറയുന്ന ഒരു ലോങ് സ്ട്രെച്ചാണ്. അപ്പോൾ ഡ്രൈവർ ഒരു പക്ഷേ 60-80 കിലോമീറ്റർ സ്പീഡിലായിരിക്കും. അതിനപ്പുറത്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത് വന്ന് ഇടിച്ചതിന് ശേഷം എൻ്റെ വണ്ടി മതിലിൻ്റെ സൈഡിലാണ് കിടന്നത്. ഒരു 100 മീറ്ററോളം വണ്ടി എന്നെ തള്ളി എൻ്റെ ഫ്രണ്ട് കൊണ്ട് ആ മതിലിടിച്ച് കയറി. അപ്പം ഫ്രണ്ടിലും ലെഫ്റ്റ് സൈഡിലും ഇമ്പാക്റ്റായി, ബാക്ക് സൈഡിലും ഇമ്പാക്റ്റായി. എൻ്റെ കംപ്ലീറ്റ് വണ്ടി അവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റുക. കാര്യം മുന്നിലത്തെ 2 ടയർ ബ്ലാസ്റ്റായി, ഇത് വളഞ്ഞു, നമ്മുടെ അലോയ് വീല് വളയുകയൊക്കെ ചെയ്തു. ഈ വാഹനം പുറയിൽ വന്ന് ഇമ്പാക്റ്റ് കൊണ്ട് ഈ ഭാഗം ചെന്നിട്ട് ഇവിടുത്തെ ഉള്ള ആ മതിലിൽ ഇടിച്ച് കയറിയാണ് ഇവിടുത്തെ ഭാഗത്തിന് ഡാമേജ് ഉണ്ടായത്. പിന്നെ ഈ ഗ്ലാസ്സുകളെല്ലാം പോയി. ഈ സൈഡ് ഫ്രണ്ട് വശത്തിന് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയാണ് അദ്ദേഹം വന്ന് ഇടിച്ചത്. ഇവിടെയാണ്, ഈ ഭാഗത്താണ് അദ്ദേഹം വന്നിടിച്ചത്. ഇവിടെയാണ് ഇങ്ങനെയാണ് വന്നിടിക്കുന്നത്. നമ്മൾ ആ വീഡിയോയിൽ കണ്ട ചിത്രങ്ങളിലുള്ളതെല്ലാം ഈ ഒരു പോർഷനിലുള്ള ഇടിയാണ്. അപ്പോൾ ശരിക്കും ഈ അലോയ് വീലും ടയറും അല്ല, ഈ അലോയ് വീലൊക്കെ അകത്തോട്ട് പോയി. സ്പെയർ വീലും പോയി. സ്പെയർ വീല് ഇങ്ങനെ ചരിഞ്ഞു പോയി, ഒടിഞ്ഞിട്ടില്ല, പക്ഷെ ഇങ്ങനെ ചരിഞ്ഞ് അകത്തേക്ക് പോയി. ജസ്റ്റ് ഈ വാഹനത്തിൻ്റെ ഒരു ഇവിടെയായിട്ടൊന്ന് തൊട്ടതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക. അതായത് ഞാൻ വീണ്ടും പറയുകയാണ്, ശരിക്കും അതേ കാറ്റഗറിയിലുള്ള വാഹനങ്ങളുമായിട്ടുള്ള കൊളിഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ സേഫ്റ്റി റേറ്റിംഗ് എല്ലാം തന്നെ. വലിയ വണ്ടികൾക്ക് മുന്നിൽ നമ്മൾ ഈ 3.5 ടണ്ണിന് താഴെയുള്ള 8 പാസഞ്ചറിൽ താഴെ മാത്രം കയറാൻ പറ്റുന്ന വാഹനങ്ങൾ ഒന്നുമേ അല്ല. നമ്മൾ ഈ തിമിംഗലങ്ങൾക്കൊക്കെ ഇടയിലേക്ക് വരുന്ന കരയിലെ ആനയെ പോലെയൊക്കെ ഇരിക്കും. അപ്പം സൂക്ഷിച്ച്, അല്ലേ, ഏറ്റവും സൂക്ഷിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് ഒക്കെ ഇത് ചെയ്തിട്ട് മാത്രമാണ് എത്ര ഗ്ലോബൽ എൻക്യാപ്പിലാണെങ്കിലും ഭാരത് എൻക്യാപ്പിലാണെങ്കിലും ആസിയാൻ റേറ്റിങ്ങിലാണെങ്കിലും യൂറോ എൻക്യാപ്പ് ഒക്കെ ആണെങ്കിൽ പോലും വാഹനം ഓടിക്കുക, അല്ലേ? ഒരു പക്ഷേ ഇതിന്റെ ഒരു റേറ്റിംഗിന്റെ അല്ലെങ്കിൽ ഒരു അന്നത്തെ 4 സ്റ്റാർ റേറ്റഡ് വെഹിക്കിൾ ആണെന്നാണ് എൻ്റെ ആണെന്നാണ്. അവർ എല്ലാ ക്വാളിറ്റി സ്ട്രക്ചറും ഒരു പക്ഷേ അതിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവാം. ഈ ഒരു ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 3.5 ടണ്ണിന് താഴെയുള്ള വാഹനങ്ങൾ വെച്ചിട്ടാണ്. അതിലുപരിയുള്ള ക്വസ്റ്റ്യൻ്റെ ഭാഷയിലും നമ്മൾ മലയാളികളുടെ ഭാഷയിലും പറഞ്ഞാൽ ഈ പാണ്ടി ലോറികൾ വന്നാലോ ബസ് വന്നാലോ ട്രക്ക് വന്നാലോ ടെമ്പോ വന്നാലോ ഉള്ള ഇടി നമ്മൾ ഈ പറയുന്ന ഇടികളൊന്നും തന്നെയല്ല, നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ വണ്ടി ബാക്കിലാണ് ഇടിച്ചത്. അദ്ദേഹം ട്രക്ക് വെട്ടിക്കുകയും ചെയ്തു. ചെറിയൊരു ഇടിയാണ്, മതിലിൽ വലിയ ഇടിയാണ്. നമ്മളിതിന്റെ ടയറൊക്കെ നോക്കണം, അലോയ് വീലിന്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കണം. ശരിക്കും ഈ വണ്ടി എത്ര ഇൻഷുറൻസ് കിട്ടി? എത്ര ലക്ഷം രൂപയായി? ഇത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്. എൻ്റെ IDV വാല്യൂ അന്നത്തെ സമയത്ത് എനിക്ക് റിമെമ്പർ 12 lakh rupees ആയിരുന്നു എൻ്റെ IDV വാല്യൂ. ആ സമയത്ത് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ്. ഇഫ്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഇൻഷുറൻസ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തത്. അവർ എനിക്കാകെ ഈ വണ്ടി പുറത്തിറങ്ങിയപ്പോൾ ഏതാണ്ട് 6.5 ലക്ഷം രൂപയുടെ അടുത്ത് ടോട്ടൽ സ്പെൻഡായി. ആസ് എ കസ്റ്റമറായിട്ട് ഇപ്പോൾ ഉള്ളി 3,300 rupees, വിച്ച് ഈസ് എ പ്രോസസ്സിങ് ചാർജ് എന്താണ് അത് മാത്രമേ എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. നല്ല ഒരു സർവീസാണ് ആ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എനിക്ക് അന്ന് അനുഭവിക്കാൻ പറ്റും. അതായത് കോശിച്ചായനെ പോലെ ഇത്രയൊരു റെസ്പോൺസിബിൾ ഡ്രൈവറും ഒരു കാർ ഓണറും ആയതുകൊണ്ട് അദ്ദേഹം ഇൻഷുറൻസ് എടുത്തു. മറ്റൊരു കാര്യം, ഒരു കണക്കിക്കാർ ഈ അവസ്ഥയിൽ ഞാൻ പറയുന്നു, ഇന്ത്യയിൽ ഓടുന്ന 57% വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ഇല്ല എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്കുകൾ. അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മളൊരു വിശ്വസിച്ച് 5 സ്റ്റാർ റേറ്റിംഗ്, അത് അഡൽട്ട് സേഫ്റ്റി അല്ലെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് ചൈൽഡ് സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസിച്ചൊരു ബ്രാൻഡിൻ്റെ വാഹനവും ഓടിച്ച് 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയാൽ എന്താകും അവസ്ഥ എന്ന് പറയാനുള്ളത്. നമ്മളുടെ റോഡിലുള്ള മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ഘടകമാണ്. ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞു 3000 രൂപ മാത്രമേ 300 രൂപ മാത്രമേ ആയിട്ടുള്ളൂ.
അപ്പോൾ ഇതിൽ എല്ലാ സംഗതികളും ഇതിന് ശേഷം, അതായത് ഈ ഒരു റണ്ണിങ് കണ്ടീഷനിലേക്ക് വാഹനം കൊണ്ടുവന്നു, 3 മാസത്തിന് ശേഷം കൊണ്ടുവന്നു. ശരിക്കും ബ്രാൻഡിനെ അത്രയും സ്നേഹിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്നത്. നമ്മുടെ നെഞ്ചിൽ കൊണ്ടുകിട അല്ലേ ടാറ്റ. പക്ഷേ ആ ഡിലേ അങ്ങനെ സംഭവിക്കത്തില്ല. ഡിലേ സംഭവിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ആ പാർട്സ് 89 പാർട്സ് ആണ്. ഒരു പാർട്സ് വരുമ്പോൾ മറ്റൊരു പാർട്സ് ആണ്. അപ്പോൾ ഓരോ ആ ഒരു ഡിലേ ആണ് ഇത്. അപ്പോൾ ഓരോ പാർട്സ് വന്നിട്ട് അവർ കാര്യം മെയിനായിട്ടുള്ള ഒരു പാർട്സ് കിട്ടിയാൽ മാത്രമേ ബാക്കി പണികൾ ചെയ്യാൻ പറ്റൂ. അതാണ് എനിക്ക് അവർ തന്ന ഫീഡ്ബാക്ക്. പിന്നെ ഇൻഷുറൻസിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈം, അതെല്ലാം അവർക്കൊരു അപ്രൂവൽ കിട്ടിയാലേ അവർക്ക് പണി തുടങ്ങാനോ എന്നുള്ളതൊക്കെ അറിയാം. അതൊക്കെ ഇൻറ്റേർണലാണ്. ആസ് എ കസ്റ്റമർ ഐ ഡിഡ് ഹാഡ് എ പ്രോബ്ലം, ഐ നോ ഇത്രയും ദിവസം. പക്ഷേ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ 1 മാസത്തിൽ വണ്ടി കിട്ടുമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്, അല്ലെങ്കിൽ 1.5 മാസത്തിൽ കിട്ടുമായിരിക്കും എന്നാണ്. പക്ഷേ അത് ടുക്ക് 3 months, ലോങ് 3 months, ആൻഡ് ദേ ഡൺ എ ഗുഡ് ജോബ് ഇൻ ടേംസ് ഓഫ്. ഇപ്പം എനിക്ക് ആ വണ്ടിക്ക് ഒരു വ്യത്യാസം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്തെങ്കിലും മൈനർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആദ്യത്തെ കണ്ടീഷനിൽ നിന്ന്? ഇത്രയും 89 പാർട്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വാഹനത്തിൽ എത്രത്തോളം പാർട്സുകൾ ഉണ്ടെന്ന് നമുക്കറിയാം, പല പല കുഞ്ഞു കുഞ്ഞു എലിമെന്റ്സ് ഒക്കെ. എന്നാൽ 89 പാർട്സ് പൂർണ്ണമായിട്ട് മാറി എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ പുതിയതിനകത്ത് എനിക്ക് ആകെ ഒരു ഡിഫറൻസ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്, ഇത് ബോഡിയുടെ ഷെല്ല് മാറിയ സമയത്ത് നമ്മുടെ ആ പെട്രോൾ ടാങ്കിന്റെ ലിഡില്ലേ, അതിനൊരു ചെറിയ വലിപ്പക്കുറവുണ്ടോ എന്നൊരു സംശയം. ഇടയ്ക്കിടയ്ക്ക് തന്നെ തുറന്നു. ഞാൻ പാക്കിംഗ് വെച്ച് അടച്ചിരിക്കുന്നത്. ഐ ഹാവ് ടു ഗോ ടു ദം ആൻഡ് മേ ബി റെക്ടിഫൈ. പക്ഷെ അത് ആ പാർട്ടിന്റെ കൂടെ വരുന്നത്, അതൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ആ പാർട്ട് വന്നപ്പോൾ ആ പാർട്ടിന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആവാം. ആ പെട്രോൾ ടാങ്ക് മാത്രം ഇടയ്ക്കിടയ്ക്ക് തുറന്നു പോകും. അപ്പോൾ ഞാൻ പാക്കിംഗ് വെച്ച് അടച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ അതർവൈസ് എഞ്ചിന്റെ പെർഫോമൻസിനോ ഒന്നും ഒരു വ്യത്യാസമില്ല. ഒരു വ്യത്യാസമില്ല, ഒന്നുമില്ല. വണ്ടി പെർഫെക്റ്റ് ആണ്. ഒരു കംപ്ലൈന്റും എനിക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇടി കിട്ടിയപ്പോൾ ഇത് എങ്ങനെ ഒരു ഹൃദയത്തിലേക്ക്, നമുക്ക് മുറിവുണ്ടാകുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്കൊരു വിഷമം, അയ്യോ ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്നൊരു. പക്ഷെ ആ ഒരു മനുഷ്യന്റെ അവസ്ഥ കണ്ടപ്പോൾ ഒരു കേസ് കൊടുക്കാൻ പോലും തോന്നിയില്ല. കാര്യം അത്രയും പാവപ്പെട്ടൊരു മനുഷ്യൻ. പക്ഷെ ഒന്ന് ആലോചിച്ചു അദ്ദേഹം ഒരു പക്ഷേ 1 മിനിറ്റ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ് ഈസ് റിയലി ഗ്രേറ്റ്. കാര്യം ഞാൻ അങ്ങോട്ട് കയറുന്ന സമയത്തായിരുന്നു ആ വണ്ടി വന്നിടിച്ചിരുന്നത്. ഒരു പക്ഷേ ഞാനിന്ന് ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവില്ല. ആ സമയത്തായിരുന്നു ഇറ്റ് കുഡ് ഹാവ് ബീൻ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട്. പക്ഷെ ഞാൻ കയറി ഇരിക്കുകയും വണ്ടി സ്റ്റാർട്ടാക്കി മുന്നോട്ട് പോകുന്നൊരു സമയം, ദാറ്റ് മേ ബി മാക്സിമം 2 minutes. ആ 2 മിനിറ്റിനുള്ളിലാണ് ഈ സംഭവം മുഴുവൻ നടന്നത്. ആ 2 മിനിറ്റ് മുമ്പായിരുന്നെങ്കിൽ ഒരു പക്ഷേ വെരി ഡിഫറെൻറ്റ്. പക്ഷേ എനിക്ക് നമ്മുടെ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, വൈൽ യു ഡ്രൈവ്, ബി റെസ്പോൺസിബിൾ, ബി കൺസിഡറേറ്റ്. കാര്യം നമ്മൾ പലപ്പോഴും നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് ഞാനും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഹൈ ബീം, വൈറ്റ് ലൈറ്റ്, ഈ ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പറയില്ലേ വൈറ്റ് ലൈറ്റ് ഒക്കെ ഒന്ന് ഫൈൻ ചെയ്ത്. സത്യത്തിലുണ്ടല്ലോ അതങ്ങനെ ആവണം. കാര്യം ഞാനിതുവരെ അതിൻ്റെ ഒരു ലൈറ്റും മാറിയിട്ടില്ല. ഒറിജിനൽ ഫിറ്റിങ്സ് തന്നെയാണ് ഞാനത് വെച്ചിരിക്കുന്നത്. മറ്റതിൻ്റെ റീസൺ ഇതാണ്, നമ്മൾ വണ്ടി ഓടിച്ചുമ്പോൾ മുന്നിൽ നിന്ന് വരുന്ന ആൾ ഡിം ചെയ്യണമെന്നില്ല. അയാൾ ഹൈ ബീമിലായിരിക്കും. നമ്മുടെ കണ്ണിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ലൈറ്റ് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ റെസ്പോൺസിബിൾ ആണ്. ഇപ്പോൾ ഉള്ള പുതിയ വാഹനങ്ങളിലെല്ലാം ഓട്ടോ ഡിമ്മിങ് ഫെസിലിറ്റികൾ ഉണ്ടെന്ന്. പക്ഷെ കുറെ വെഹിക്കിളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിം ആകുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ താറിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. അപ്പം എനിക്ക് ആകെ ഈ താറിൽ ആകെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ബാച്ച് ആയിരുന്നതുകൊണ്ട് ഐ തിങ്ക് ഇത് ഇന്ത്യയിലെ 18,000-ാമത്തെ വണ്ടിയായിരുന്നു. 18,000th വെഹിക്കിൾ ആയിരുന്നു ഇന്ത്യയിൽ അന്ന് ആ സമയത്ത്. കാര്യം ആ സമയം പുതിയ താർ ഇറങ്ങിയ സമയത്ത്. അപ്പോൾ അന്ന് അതിൻ്റെ ആ നമ്മുടെ AC വെൻസ് വേർ വെരി ഫ്ലിംസി. അത് സ്റ്റിൽ എഫിംസി. അത് നമ്മൾ വാറണ്ടിയിൽ ഓരോ പ്രാവശ്യം എൻ്റെ നോബ് ഒടിഞ്ഞു പോകുമ്പോൾ അവർ സർവീസ് റിപ്ലേസ് ചെയ്ത് തരും. നമ്മുടെ പൈസ ഒന്നും ചാർജ് ചെയ്യാറില്ല. പക്ഷേ ദാറ്റ് ഈസ് സംതിങ് ഈ വണ്ടിക്ക് ഉണ്ടായിരുന്ന ഒറ്റ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊന്നും തോന്നിയിട്ടില്ല. ഇത്രയും വർഷം ഉപയോഗിച്ചു, ഇത്രയും കിലോമീറ്റർ ഓടിച്ചു, എന്നിട്ടും നമ്മുടെ 3 door ഥാറിന് ആകെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ചെറിയ കുറ്റമാണ് ഇത്. വളരെ ജെന്യൂനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ പുതിയ റോക്സ് വന്ന സമയത്ത് വിചാരിച്ച എല്ലാവരും ഈ വണ്ടി മാറ്റിയിട്ട് അതിലേക്ക് മാറും. പക്ഷേ ഇത് ഓടിച്ചവര് നിങ്ങൾ പോയി നോക്കിയാൽ വളരെ ഫാമിലി ആയിട്ടുള്ളവർക്കാണ് ഈ ഒരു. പക്ഷേ ഞാനിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് എൻ്റെ ഫാമിലിയൊക്കെ ബാംഗ്ലൂരാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഇത് കംഫർട്ട്. ഒരു ഫാമിലിയെ സംബന്ധിച്ചുള്ള ഇത് കയറാനും ഇറങ്ങാനും ഭയങ്കര പാടാണ്. ഒരു പ്രായമുള്ള ഒരാളെ കയറ്റാനും പാടാം, ഇറക്കാനും പാടാം, അല്ലെങ്കിൽ നീളമുള്ളവർക്ക് കയറാനും. പക്ഷേ ആസ് എ ഡ്രൈവർ ആൻഡ് എ കോ ഡ്രൈവർ this is one of the best vehicle. I think I have not decided to sell this vehicle anytime. So അതുകൊണ്ടാണ് ഞാൻ ആ റിട്ടൈൻ ചെയ്യാൻ തന്നെ. ഇപ്പോൾ ഒരു പക്ഷേ എൻ്റെ ജീവൻ രക്ഷിച്ചൊരു വണ്ടിയാണ് ഒന്നാമത്തെ. 2, I don't want to sell this vehicle for a new brand. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഓഡിയൻസിനോട് ഇത്ര സിൻസിയറായി വളരെ ഫ്രാങ്കായി, ഇതിനകത്ത് യാതൊരു കാപട്യവുമില്ല, വളരെ റിയൽ ലൈഫ് അല്ലേ എക്സ്പീരിയൻസ്. ഞാനത് പറയാൻ കാര്യം ഇത് അനേകം പേർക്ക് പ്രയോജനപ്പെടും എന്നുള്ള ഒരു കൺസിഡറേഷൻ കൊണ്ട് മാത്രം പറഞ്ഞാൽ. ഒരു വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൻ്റെയും കൂടെ ഒരു അറിവായിരുന്നു എൻ്റെ ഈ അപകടത്തിൻ്റെ ഔട്ട്കം.
ഒന്ന് നമ്മൾ ആ ഇടി നടന്ന സമയത്ത് വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ എടുക്കുക, വാഹനത്തിൻ്റെ ഏത് ഭാഗമാണ് നമ്മളെ ഇടിച്ച അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, നമ്മുടെ വാഹനത്തിൻ്റെ ഫോട്ടോ ആസ് മച്ച് ആസ് നിങ്ങൾ എടുക്കുക. എന്നിട്ട് നമുക്ക് എന്തൊക്കെ ഒരു ബേസിക്കായിട്ട് എന്തൊക്കെ ഇതിനകത്ത് ഡാമേജ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓവറോൾ നോക്കണം. ഇല്ല എങ്കിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ സർവീസ് സെൻറ്ററിന് അയച്ചു കൊടുത്തിട്ട് അവരോട് ചോദിക്കുക എന്തൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ അവർ നിങ്ങൾക്കൊരു ലിസ്റ്റ് ഓഫ് ഐറ്റം തരും. ആ ലിസ്റ്റ് മുഴുവൻ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് അത് എഴുതേണ്ടി വരും. എന്നെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ കിട്ടുള്ളൂ. അതിനകത്ത് ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും കിട്ടില്ല. അപ്പം നമ്മൾ അതിനുശേഷം ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നതിന് മുമ്പ് നമ്മളെ ഇടിച്ച വാഹനത്തിൻ്റെ ഡ്രൈവറുടെ ലൈസൻസ്, വാഹനത്തിൻ്റെ പേപ്പർ അദ്ദേഹം തരുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ, അതെല്ലാം നമ്മൾ എടുത്തതിന് ശേഷം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഇൻഫോം ചെയ്യുക. ആ പോലീസുകാർ വന്നിട്ട് ആ ലൊക്കേഷൻ വന്നിട്ട് നമ്മളെ വെരിഫൈ ചെയ്യും. എന്നിട്ട് അവർ പൊയ്ക്കോളാൻ പറയും. കേസ് ഉണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യും. കേസില്ല, എനിക്ക് ഇൻഷുറൻസ് മാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ വാഹനം അവിടെ ഇട്ടതിന് ശേഷം നമുക്ക് തിരികെ വരാം. എന്നിട്ട് അടുത്തുള്ള അക്ഷയ കേന്ദ്രയിൽ നെക്സ്റ്റ് ഡേയിൽ പോയിട്ട് അവിടെ അതിനൊരു ഫോമുണ്ട്. ആ ഫോമിൽ നമ്മൾ എൻട്രി ചെയ്യണം. അപ്പോൾ അക്ഷയ കേന്ദ്രം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നടന്ന സ്ഥലം, ഡ്രൈവറുടെ പേര്, ഡ്രൈവറുടെ ലൈസൻസ്, എല്ലാ കാര്യങ്ങളും നമ്മളെടുത്ത ഫോട്ടോസ് ആയത് അവിടെ അപ്ലോഡ് ചെയ്ത് നമ്മൾ പോലീസ് പോർട്ടലിലേക്ക് ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന് GD&Tയുടെ കൺഫർമേഷൻ കിട്ടും. അതിനുശേഷം പോലീസ് സ്റ്റേഷൻ വിളിച്ച് നമ്മൾ അറിയിക്കണം, ഞങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടേതായ ഒരു ടൈം എടുക്കും. 2 ദിവസം 3 ദിവസത്തിന് ശേഷം അവർ അപ്രൂവ് ചെയ്യുന്ന ആ GD&T ആണ് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു കണക്ക് പ്രകാരം 57% പേർക്കും റോഡിലെ ഡ്രൈവർക്കോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മളൊരു വാഹനവുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നത്. എത്ര റേറ്റിംഗ് ഉള്ള വണ്ടിയാണെങ്കിലും നമ്മൾ എക്സ്പേർട്ട് ഡ്രൈവർ ആണെങ്കിലും അല്ലെങ്കിൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ പോലും. അപ്പം കോശിച്ചായൻ കൃത്യമായിട്ട് ഇൻഷുറൻസ് എല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം ഗുണം ചെയ്തു? ആ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു സഹകരണം എത്രത്തോളം ഉണ്ടായിരുന്നു? ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഭാഗ്യത്തിന് എൻ്റെ ഇൻഷുറൻസ് എക്സ്പയർ ആകുന്നത് ഈ അപകടത്തിന് 10 ദിവസത്തിനുള്ളിലാണ് അടുത്ത എക്സ്പയർ ആകുന്നത്. ഇപ്പോൾ 10 ദിവസം മുമ്പാണ് എൻ്റെ അപകടം നടന്നത്. അപ്പം ഞാനെടുത്ത ഇൻഷുറൻസ് കമ്പനിയുടെ പേര് ഇഫ്കോ എന്ന് പറയുന്ന ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസാണ് ഞാൻ എടുത്തത്. ഞാനൊന്നും അറിഞ്ഞില്ല. കാര്യം ഞാനത് ഇൻഷുറൻസ് അവിടെ നമ്മുടെ സർവീസ് സെൻറ്ററിൽ വയലാട്ടായിരുന്നു ഞങ്ങളുടെ ഏജൻസി, വയലാട്ട് മഹീന്ദ്ര. അവിടെ ഞങ്ങൾ വാഹനം കൊണ്ട് എത്തിക്കുകയും ടോ ചെയ്യുന്നതിൻ്റെ വരെ നമുക്ക് പൈസ കിട്ടും. ടോ ചെയ്യുന്നതിന് 1500 ഉള്ളൂ, പക്ഷേ 7000 രൂപ നമ്മൾ കൊടുക്കണം. 1500 രൂപ നമുക്ക് ക്ലെയിം ചെയ്യാം ആ റെസീപ്റ്റ് ഉണ്ടെങ്കിൽ. എന്നിട്ട് അവിടെ കൊടുത്തതിന് ശേഷം അവരാണ് ബാക്കി പ്രോസസ്സ് എല്ലാം കൃത്യമായി ചെയ്യുന്നത്. നമ്മളൊന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാനിതെല്ലാം കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം അപ്രൂവലായിട്ട് എനിക്ക് അവർ അപ്ഡേറ്റ് തരും. അപ്പോൾ അവരൊരു നല്ല കാര്യം വയലാട്ട് മഹീന്ദ്ര ചെയ്യുന്നത്, നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ബോഡി ഷോപ്പ്, എൻജിൻ പാർട്ട് എല്ലാവരും ചേർന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ഘട്ടം വണ്ടി എവിടെയായി, എന്ത് പണിയായി, അതിൻ്റെ ഫോട്ടോസ് വീക്ക്ലി എനിക്ക് അപ്ഡേറ്റ് തരുന്നുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഫീഡ്ബാക്ക് തിരിച്ചു കൊടുക്കുകയാണ്. നല്ലൊരു സിസ്റ്റമായിരുന്നു അവരത് ഫോളോ ചെയ്തത്. ഐ തിങ്ക് മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കോശിച്ചായൻ പറഞ്ഞ ഈ ഒരു കാര്യം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമ്മളൊരു ഇന്ത്യൻ ബ്രാൻഡിൽ വിശ്വസിച്ചു. അപ്പോൾ ഒരു ഇന്ത്യയിലെ വയലാട്ട് മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു ഡീലറുടെ ഒരു സഹകരണം, അതോടൊപ്പം ഇതിൻ്റെ സ്പെയർ പാർട്സ് ആണെങ്കിലും മറ്റു കാര്യങ്ങളും ഒക്കെ അല്ലേ, അതിൻ്റെ ഒരു അപ്ഡേഷനും ഒക്കെ തന്നെ നമ്മൾ ഒരു വിദേശ ബ്രാൻഡിനെയാണ് ഇത്തരത്തിൽ നമ്മൾ വിശ്വസിച്ച് ഒരു വാഹനം എടുക്കുകയും അവരുടെ സർവീസും അല്ലെങ്കിൽ അവരുടെ ഷോറൂമുകളുടെ ബാക്കിയുള്ള നെറ്റ്വർക്കും ഒക്കെ ഇത്രയും ആപ്റ്റ് ആയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ വാഹനം ഇന്ന് ഈ കണ്ടീഷനിൽ ഇറങ്ങത്തില്ല. അപ്പോൾ നമ്മളൊരു മഹീന്ദ്ര ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു വാഹന ബ്രാൻഡിൻ്റെ വിശ്വാസ്യത, അവരുടെ ഒരു സർവീസ് അല്ലേ, അവരുടെ ഒരു നെറ്റ്വർക്ക്, അവരുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ചെയർമാൻ മിസ്റ്റർ ആനന്ദ് മഹീന്ദ്ര അക്സസബിൾ ആണ് കോമൺ മാൻ. ഞാൻ നാളെ ഒരു ട്വീറ്റ് ചെയ്താൽ എനിക്ക് അപ്പോൾ തന്നെ അതിന് റെസ്പോൺസ് വരും. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിനൊരു മെസ്സേജോ ഇൻസ്റ്റാഗ്രാമിലോ ട്വീറ്റിലോ അല്ലെങ്കിൽ ഒരു മെയിൽ അയച്ചാൽ എനിക്ക് ഉറപ്പായിട്ട് എൻ്റെ റെസ്പോൺസ് കിട്ടാറുണ്ട്. അതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. ഈ ഒരു വാഹനം എനിക്ക് എന്ത് പറ്റിയാലും വയലാട്ടുകാർ എനിക്ക് സർവീസ് തന്നില്ലെങ്കിൽ എനിക്ക് എത്തും എന്നൊരു എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിൽ വലിയ കോൺഫിഡൻസ് ആണ് മിസ്റ്റർ ആനന്ദ് മഹീന്ദ്ര അനേകം കസ്റ്റമർക്ക്. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ അദ്ദേഹം കാണിക്കുന്ന എൻ്റർപ്രണർഷിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൽ ആകൃഷ്ടനാവും. അദ്ദേഹം നമുക്ക് ഒരു പക്ഷേ റെസ്പോണ്ട് ചെയ്യും എന്നൊരു കോൺഫിഡൻസ് ഉള്ളതുകൂടെ ഒരു വലിയ ഘടകമാണ് ഈ വാഹനം മേടിക്കുന്നവർക്കും ഈ മേടിച്ച എനിക്ക്. അതെ, ഈ അപകടം പറ്റിയ ശേഷം ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇപ്പോഴും ഈ ബ്രാൻഡിനെ വിശ്വസിക്കുന്ന വാഹനത്തെ അത്രയും സ്നേഹിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക്
അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇത് ഇന്ത്യൻ ബ്രാൻഡാണ്, ഞാൻ മോഹിച്ചു വാങ്ങിച്ച ഥാറാണ്, എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്നൊരു വാഹനമാണ്. ഇപ്പോഴും എൻ്റെ ഒരു ട്രസ്റ്റിന് ഒരു കുഴപ്പമില്ല. എനിക്ക് ഇത്രയൊരു പ്രശ്നം വന്നിട്ടും ഞാൻ ഒരു രീതിയിലും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എനിക്ക് ആ വാഹനം അതേപോലെ തന്നെ മടക്കി കിട്ടി എന്നുള്ളത് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിയുള്ള കാര്യം പറയാം. ഈ നമ്മുടെ ഏത് ഏജൻസിയാണ് ഇപ്പോൾ വയലാട്ട് എനിക്ക് സർവീസ് തരുന്നുണ്ട്. ഇപ്പോൾ നാളെ വയലാട്ട് എനിക്ക് സർവീസ് തന്നില്ല, എനിക്കറിയാം എങ്ങനെയാണ് എസ്കലേറ്റ് ചെയ്യേണ്ടത്. ഇവിടുത്തെ റീജിയണൽ ഓഫീസിനെ കോൺടാക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ആനന്ദ് മഹീന്ദ്രയായിട്ട് നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം എന്നെനിക്ക് ഒരു ധാരണയുണ്ട്. അത് നമുക്ക് റെസ്പോൺസും കിട്ടാറുണ്ട്. അതൊരു വലിയ വിശ്വാസം. ഒരു ബ്രാൻഡിന്റെ തലപ്പത്തിരിക്കുന്നവർ അല്ലെ ഒരു സാധാരണ മനുഷ്യനെ ഇത്രയും നമുക്ക് പ്രാപ്യമാകുന്ന അല്ലെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്ന കാര്യം തന്നെ വലിയൊരു സംഗതിയാണ്. ശരിക്കും ആ ബ്രാൻഡിൻ്റെ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ അതുപോലെ തന്നെ ഉയരുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയും എന്തെങ്കിലും പറയാനുണ്ടോ? ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു, വാഹനം ഇടിച്ചാൽ നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് പറഞ്ഞു, റോഡിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട അല്ലേ മര്യാദകളെ കുറിച്ചിട്ടും. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എല്ലാവരോടും എൻ്റെ ഒരു അപേക്ഷയാണ്, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബി സേഫ്, ഡ്രൈവ് സേഫ് ആൻഡ് ബി കൺസിഡറേറ്റ്. ഈ കൺസിഡറേറ്റ് എന്ന് പറയുന്നൊരു വാക്ക് അത് പാർക്കിങ്ങിലായാലും വണ്ടി ഓടിക്കുമ്പോഴായാലും അപ്പർ ഡിമ്മ് ചെയ്യുന്നതിലാവാം, എന്തിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമ്മളെ ഒരു സഹ ഡ്രൈവറെ നമ്മൾ കൺസിഡറേറ്റ് ചെയ്താൽ ഐ തിങ്ക് we'll all be happy and happy. അതിനോടൊപ്പം ഒന്നുകൂടി ഞാൻ ഇത് ചെയ്തോട്ടെ, ഹ്യൂമൻ ബീങ്സിനെ സഹ ഡ്രൈവേഴ്സിനെ മാത്രമല്ല, ഞാനൊരു മൃഗസ്നേഹിയും കൂടിയാണ്. റോഡിലൂടെ പോകുന്ന ഓരോ മൃഗങ്ങളെയും ഇല്ലേ, നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ പോകുമ്പോൾ നിറയെ മൃഗങ്ങൾ ഇങ്ങനെ പശുവാണെങ്കിലും ഇതാണെങ്കിലും നമുക്ക് ഇന്ത്യൻ റോഡ്സിൽ ഒരു ദിവസം വാഹനം തട്ടി മരിക്കുന്ന പാവം പട്ടികൾ എത്രയോ എണ്ണമാണ് അല്ലേ. അപ്പം എല്ലാവരെയും കൺസിഡർ ചെയ്ത് മാത്രം വാഹനമായിട്ട്, അത് എത്ര ലക്ഷറി വണ്ടിയാണെങ്കിലും എത്ര വലിയ എന്താ പറയുക സെക്കൻഡുകളിൽ 100 കിലോമീറ്റർ സ്പീഡിലെത്തുന്ന വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ കാരണം ഒരു ജീവനും, അത് മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ, ആർക്കും ഒരു അപകടം പറ്റാതെ ഏറ്റവും ഇതായിട്ട്. അതുമാതിരി റോഡിൽ നമ്മൾ ഇറങ്ങുമ്പോൾ വി ഷുഡ് കീപ്പ് അവർ പ്രൈഡ് അവേ. വി ഷുഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം, നമ്മുടെ വാഹനത്തെ, നമ്മുടെ സുരക്ഷ, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സുരക്ഷ ശ്രദ്ധിച്ചു. കീപ് ദ പ്രൈഡ് അസൈഡ്. എൻ്റെ വാഹനം എനിക്ക് മുന്നേ പോകണം. പേഷ്യൻസ്. ഇത് ഞാൻ ഒരു കാര്യമാണ് എനിക്ക് പ്രത്യേകം പറയുന്നത്. ഞാൻ ദുബായിലൊക്കെ എപ്പോഴും പോകുന്ന സമയം, ഒരു വർഷത്തേക്ക് 3 പ്രാവശ്യമൊക്കെ നമ്മൾ ദുബായിൽ പോകുന്നത്. ഒരു പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യുന്ന എത്ര സ്പീഡ് വരുന്ന വണ്ടിയാലും അവർ ആ വളവിലോ അല്ലെങ്കിൽ അടുത്ത ഒരു വണ്ടി എൻട്രി ചെയ്യാൻ വേണ്ടി അവർ നിർത്തി കൊടുക്കാറുണ്ട്. ഇവിടെ ഒരു വാഹനം വളയുന്നു എന്ന് കണ്ടാൽ നമ്മൾ സ്പീഡ് കയറ്റി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ നമ്മൾ ഒഴിവാക്കണം. അതേമാതിരി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയുള്ള മര്യാദകളാണ് പഠിപ്പിക്കേണ്ടത് ട്രാഫിക് റൂളിനെക്കാട്ടി കൂടുതൽ. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഞാനിപ്പോൾ താമസിക്കുന്നത് വൈറ്റിലയിലാണ്. ഈ ഒരു കോമൺ മാൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും സിഗ്നൽ ഓൺ ആകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നതാണ് വൈറ്റില ജംഗ്ഷനിൽ സ്ഥിരം കാഴ്ചയാണ്. അതുപോലെ തന്നെ ഓറഞ്ച് ലൈറ്റൊക്കെ കത്തിക്കഴിഞ്ഞാൽ ഇനി ഒരു കുറച്ച് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡേ ഉണ്ടാവും റെഡ് തെളിയാൻ വേണ്ടി, അപ്പോഴും വണ്ടി എടുക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മളെപ്പോഴും മരണം സംഭവിക്കുന്ന എല്ലാ ആക്സിഡൻറ്റിലെയും സ്പീഡോമീറ്റർ ആ വാഹനത്തിൻ്റെ ചെക്ക് ചെയ്യുമ്പോൾ ആ വാഹനം 80-ലോ 100 കിലോമീറ്ററിലോ സ്പീഡിലായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറെയോ അല്ലെങ്കിൽ സേഫ്റ്റി റേറ്റിംഗ് നൽകുന്ന ഒരു ഏജൻസിയോ ഒരിക്കലും കുറ്റം പറയേണ്ട. ശരിക്കും നമ്മുടെ സഹയാത്രികരുടെ നമ്മുടെ തന്നെ ആറ്റിറ്റ്യൂഡ്, ഓവർ സ്പീഡ്, അതുപോലെ ഈ കോശിച്ചായം പറഞ്ഞ പോലെ മത്സര ഓട്ടം, അത് ഭയങ്കരമായിട്ട് അപകടം ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കുറേ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് എല്ലാ അപകടങ്ങൾക്കും മരണങ്ങൾക്കും ഒക്കെ തന്നെ കാരണം. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ഈ വീഡിയോ അല്ലേ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ കോശിച്ചായ ചെയ്യണോ, പിന്നെ വാഹനം ഇത് ഇങ്ങനെ കുറേ നമ്മൾ 2-3 ദിവസത്തെ ചർച്ച തന്നെ ഉണ്ടായിരുന്നു. പിന്നെയും നമ്മൾ വിചാരിച്ചത് ഒരു പബ്ലിക്കിന് ഉപകാരമാവട്ടെ ഇല്ലേ, അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും വന്നതിന് ഒരുപാട് താങ്ക് യു വെരി മച്ച്. സോ നൈസ് ഓഫ് യു. താങ്ക് യു. അടുത്ത വലിയൊരു ബ്രാൻഡിൻ്റെ വണ്ടിയുമായിട്ട് കോശിച്ചായം വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു റിയൽ നല്ല എക്സ്പീരിയൻസ് പറയാം. ഓക്കെ, താങ്ക് യു.